I'm here inside my house with my mother, not any other person actually, okay? And here my mother is sleeping. What these criminals are making my mother to sleep actually, so that she would not walk here and there, she would not do. So these criminals can create stories, but no bastard can create story. I am here alone and I am sitting alone and I am constantly uploading the footages who I am with, this and that, okay? And today the Sami of SNDP 323, he is threatening me that he will give me he will show who he is actually, okay? He is saying, അപ്പം എന്നോട് പറഞ്ഞിരിക്കുന്നത് 8ൻ്റെ പണി തരുമെന്നാണ്. അപ്പം എന്താ 8ൻ്റെ പണി ഇങ്ങനെ ഒത്തിരി തന്നുകൊണ്ടിരുന്നതാണ് ആൾ. നല്ലപോലെ ഫോണിൽ കൂടെ ഉള്ള പരിപാടിയൊക്കെ സ്വാമിക്ക് നല്ലപോലെ അറിയാം, സ്വാമി ചെയ്യുന്നുമുണ്ട്. വിത്ത് എവിഡൻസ് ഞാൻ പറയുകയാണ്, വിത്ത് സ്ട്രോങ് ഒപ്പീനിയൻ. എൻ്റെ സ്ട്രോങ് ഒപ്പീനിയനാണ് സ്വാമി ഈ ഇതിനകത്ത് ഇതാക്കുന്നത്. പല പല കഥകൾ സ്വാമി എന്നെക്കുറിച്ച് ഉണ്ടാക്കുന്നുണ്ട്, അതൊന്നും ശരിയല്ല, മനസ്സിലായില്ലേ? ഞാൻ SNDP പോകുന്നുണ്ട്, SNDPയിലെ സ്വാമി ഞാനുമായിട്ട് റിലേറ്റഡ് ഒട്ടുമല്ല, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ പല പല കഥകൾ ഈ സ്വാമി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ഒരു കഥയല്ല, അതൊക്കെ വെറും കഥകളാണ്. സ്വാമി അവിടെ ഞാൻ പറഞ്ഞതാണ്, ഇവിടെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ, അവന് ഭയങ്കര ചീത്തവിളിയൊക്കെ നമ്മൾ വിത്ത് എവിഡൻസ് നമ്മളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ ചീത്തവിളിയെക്കുറിച്ചുള്ളതല്ല, ഇവൻ നമ്മുടെ എങ്ങും ആരുമല്ല. ഇവൻ സൽപ്പകവല്ലിയുടെ വീട്ടിലാണ് വന്ന് കയറിയിരിക്കുന്നത്. മലപ്പുറത്തു നിന്നുള്ള ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ സൽപ്പകവല്ലി എന്ന് പറഞ്ഞ ഒരുത്തിയുടെ വീട്ടിലാണ് വന്ന് കയറിയിരിക്കുന്നത്. അവൻ അവിടുത്തെ കാര്യം നോക്കിയാൽ മതി, അല്ലാതെ സഹദേവ മന്ദിരത്തിലെ ദീപായസ് പണിക്കരുടെയും ഒന്നും കാര്യം ഇവൻ നോക്കണ്ട, ഒരവനും നോക്കണ്ട. അതുപോലെ ഇങ്ങനെ കഥകൾ ഇവൻ പറഞ്ഞ് മന്ദിരത്തിലെ സ്വാമി ഇവിടെ കമ്പിവടിയുമായിട്ട് വന്നു, അവൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞത് ഇവിടെ നിന്ന് ഞാൻ എൻ്റെ അമ്മയോടാണ് പറഞ്ഞത്. ഇവൻ പറഞ്ഞു, കഥ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സ്വാമി ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സ്വാമി മന്ദിരത്തിൽ വരുന്നത് പൂജ ചെയ്യാനാണ്, സഭ്യമായ ഭാഷയിൽ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, അല്ലാതെ വേറൊന്നിനുമല്ല. സ്വാമി SNDP 323 നമ്പർ SNDPയിൽ പോകുന്നത് പൂജ ചെയ്യാനാണ്, അവിടെ വേറെ ഒന്നുമല്ലല്ലോ. അമ്പലത്തിലൊക്കെ വേറെ ഒന്നും വല്ലതാണോ നടക്കുന്നത്? അമ്പലങ്ങളിലും ഗുരുമന്ദിരത്തിലൊക്കെ വേറെ വല്ലതാണോ നടക്കുന്നത്? അങ്ങനെ വല്ല ധാരണ ആർക്കെങ്കിലും ഉണ്ടോ? ആ ധാരണ ആർക്കെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ കഥകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും. അത് ആരുണ്ടാക്കിയാലും ശരി, മനസ്സിലായി? എൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുകയും ചെയ്യും. ആ കഥയൊക്കെ നമ്മൾ പൊളിച്ചടുക്കി കൊടുക്കുകയും ചെയ്യും. അവിടെ കുറേ വായ്നോക്കികൾ വരുന്നുണ്ടായിരിക്കും ചില ദിവസങ്ങളിൽ പ്രത്യേകിച്ച്, മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ വൈകിട്ട് പോകുമ്പോൾ അവിടെ വരുന്നവരെല്ലാം വളരെ മാന്യമായി വന്നേച്ച് നമ്മൾ തൊഴുതിട്ട് തിരിച്ചു പോകുന്നവരാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഞാൻ ഈയിടയ്ക്കാണ് പോകാൻ തുടങ്ങി. അവിടെ എനിക്കറിയാം, അവിടെ വരുന്നവരൊക്കെ അവരവരുടെ കാര്യം നോക്കി തൊഴുതേച്ച് തിരിച്ചു പോകുന്നവരാണ്. പിന്നെ അങ്ങനെ അല്ലാതെ എന്തെങ്കിലും മനസ്സിൽ കൊനഷ്ടമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ അത് മനസ്സിലാണ് അവരുടെ ഉള്ളത്, നമുക്ക് പുറമേ കാണാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്കറിയാം അവിടെ വരുന്ന ആർക്കെങ്കിലും ഇൻറ്റൻഷൻ വേറെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇൻറ്റൻഷൻസൊക്കെ വേറെ ഉള്ളവരെയൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇൻറ്റൻഷൻസൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവർ കാണുമായിരിക്കാം, നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല. നമ്മൾ പോയിട്ട് തിരിച്ചു പോരും. അതുപോലെ സ്വാമി എന്തോ നമ്മളെ അങ്ങ് ഇതാക്കുമെന്ന്. എവിടെയാണ് ഊണ് കഴിക്കാൻ പോകുന്നേ? എവിടെ? ഇല്ല, നമുക്ക് കഞ്ഞിയുണ്ടല്ലോ. ആൻറ്റി, ഇന്ന് ആ സ്വാമിയല്ലേ നമ്മളവിടെ വന്നപ്പം ചുമ്മാതെ ഇതാക്കിയത്? നമ്മൾ വന്ന് മാന്യമായി എവിടാ? ഇല്ലില്ല, നമുക്ക് അവിടെ കഞ്ഞിയുണ്ടല്ലോ. നമ്മള് സമയമായില്ല, വെടി പൊട്ടിയില്ലല്ലോ. ഈ ആൻറ്റി എവിടത്തെയാ? ഈ ആൻറ്റിയെ ഞാൻ കണ്ടിട്ടില്ല. പണ്ട് ആൻറ്റിയെ കണ്ടിട്ടുണ്ട്, ആൻറ്റിയെ പണ്ട് കണ്ടിട്ടുണ്ടതേ ഉള്ളു. ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നോ? ആണ്ടാളേ? ആദ്യത്തെ ആണ്ടോ? വേറെ ഒന്നും ഇല്ലായിരുന്നു. ശരി ശരി. അവിടെ അല്ലേ? അമ്മ ഉറങ്ങുന്നു കിടന്നു. ഭക്ഷണമൊന്നും കഴിച്ചില്ല. രാവിലത്തേക്ക് കഴിച്ചിട്ട് ഉറങ്ങുകയാണ്. അമ്മയൊന്നും ചെയ്തില്ല, ഞാനാ ചെയ്യുന്നത്. അപ്പം പിന്നെ അമ്മ ആകെ തുണിയൊക്കെ നനയ്ക്കും, നടക്കും, അത്രയൊക്കെ ഉള്ളൂ. ശരി ശരി. സ്വാമി എന്നെ എന്തോ, അപ്പോൾ എനിക്ക് 8ൻ്റെ പണി ഇതാണ്. ഫോണിൽ കൂടെയുള്ള 8ൻ്റെ പണിയൊക്കെ സ്വാമി തരുന്നതൊക്കെ നമുക്കറിയാം. പിന്നെ ഈശ്വരൻ കാണുന്നുണ്ട്, ഈ ചെയ്യുന്നതൊക്കെ ആരൊക്കെയായാലും അത് കാണുന്നുണ്ട്. അതിനുള്ള പണി എന്തായാലും വാങ്ങിക്കും, അന്നേരം വേറെ ആരും കാണത്തില്ല.
സ്വാമി ഇത് ആർക്ക് വേണ്ടി ചെയ്താലും ശരി അന്നേരത്തെ പണി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ സ്വാമിയുടെ കൂട്ട് വരാൻ ഈ ചെയ്യിപ്പിക്കുന്നവരാരും കാണത്തില്ല, മനസ്സിലായില്ലയോ? സ്വാമി തന്നെ അനുഭവിക്കേണ്ടി വരും കർമ്മഫലം എന്ന് പറയുന്നത്. വേറെ ആരും കാണത്തില്ല അന്നേരം വാങ്ങിച്ചാൽ മതി. കണ്ടവർക്കൊക്കെ വേണ്ടി വീഴ്പ്പലക്കുന്നവർ, കണ്ട ഏതൊക്കെയോ ആൾക്കാർക്ക് വേണ്ടി വീഴ്പ്പലക്കുന്നവർ, അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. വല്ലവർക്കും വേണ്ടി വീഴ്പ്പലക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. വല്ലവർക്കും വേണ്ടി ക്രിമിനൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്യണോ ചെയ്യണ്ടായോ എന്നുള്ളത് നമ്മൾ തന്നെ ആലോചിക്കണം. പിന്നെ എൻ്റെ ഇതിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, നല്ല ബുദ്ധിയുള്ള, നല്ല തെളിഞ്ഞ ബുദ്ധിയുള്ളവരാരും ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യത്തില്ലെന്നുള്ളത്. മനസ്സിലായില്ലേ? ഈ ക്രിമിനൽസ് എല്ലാം വെറും ബുദ്ധിയില്ലാത്ത തേർഡ് റേറ്റ്സ് ആയിരിക്കും. അല്ലാത്ത നല്ല ബുദ്ധിയുള്ള നേരെ ചൊവ്വയുള്ളവരാരും ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യത്തില്ല. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, എന്തൊക്കെ ഏത് സമയത്തായിരിക്കാം തിരിഞ്ഞ് വീഴാൻ, എന്തൊക്കെ അത്ര വലിയ സമയങ്ങളൊന്നും വേണ്ട. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ എപ്പോഴാണ് പിടിക്കപ്പെടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ജോളി മോൾ 7 പേരെ കൊന്നേച്ച് പിന്നെയും ഭയങ്കര ധൈര്യത്തിൽ ഇങ്ങനെ പലതും ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ പിടിക്കപ്പെട്ടില്ല. അതുപോലെ എപ്പോഴാണ് പിടി വീഴുന്നത്, ഈ ക്രിമിനൽസിന് പിടി വീഴുന്നത് എവിടെ നിന്നാണ്, എപ്പോഴാണെന്ന്, ഇവന്മാരുടെ ഈ നെറ്റ്വർക്ക്സൊക്കെ എപ്പോഴൊക്കെയാണ് പൊട്ടുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. മനസ്സിലായി? ഇവർക്ക് ഒത്തിരി നെറ്റ്വർക്ക് ഉള്ളവന്മാരാണ്. പൊട്ടിക്കഴിഞ്ഞാൽ ഒരു പിടി അങ്ങ് വീഴും. മനസ്സിലായില്ലേ? അപ്പം ഈ ഇൻ്റലിജൻറ്റും യഥാർത്ഥ തെളിഞ്ഞ ബുദ്ധിയുള്ളവരൊന്നും ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകത്തില്ല. അതും മനസ്സിൽ വെച്ച് ബുദ്ധിയില്ലാത്തവരും തേർഡ് റേറ്റ്സും ബുദ്ധിയില്ലാത്ത ഇവരാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാത്തവരാരും ചെയ്യത്തില്ല. അല്ലാത്തവർക്ക് പേടി കാണും, അല്ലാത്തവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, ഭവിഷ്യത്തിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. എന്തെങ്കിലും ഇതാക്കി പോയാൽ എല്ലാം എക്സ്പോസ് ചെയ്യപ്പെടും, ജയിലിൽ കിടക്കേണ്ടി വരും, പലതാണ്. മനസ്സിലായില്ലയോ? പിന്നെ പേരെന്നേക്കുമായിട്ടിരിക്കും. കൂടത്തായി ജോളി എന്നുള്ള പേര് കിട്ടിയതുപോലെ. മനസ്സിലായില്ലേ? ജോളി എന്നിപ്പോൾ അല്ല അറിയപ്പെടുന്നത്, കൂടത്തായി ജോളി എന്നറിയപ്പെടുന്നത്. അതുപോലെ ടാഗ് അങ്ങ് വീഴും. അതൊക്കെ വേണമെന്നൊക്കെ ആലോചിച്ച് വേണം ഓരോരുത്തരും അവരവരുടെ ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസിൽ പോയി ചാടുന്നവർ ചിന്തിക്കേണ്ട കാര്യം. പക്ഷേ ബുദ്ധിയുള്ളവരാരും ചെയ്യത്തില്ല. ബുദ്ധിയില്ലാത്തവർ ഇത് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവരുടെ ബ്രെയിൻ അങ്ങനെയാണ്, ബുദ്ധിയില്ല ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ. അവർക്ക് ഇച്ചിരി പൈസ കിട്ടണം എങ്ങനെയെങ്കിലുമൊക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വാമിയുടെ ഇങ്ങനെ ജോലി. നമ്മുടെ ഇങ്ങനെ ലേസർ അടിക്കുക, പല ഇതിങ്ങനെ അടിക്കുക, അതൊക്കെ ആയിരിക്കും സ്വാമി പറയുന്ന 8ൻ്റെ പണി തരുമെന്ന്. 8ൻ്റെ പണിക്കുള്ള പണി സ്വാമിയും വാങ്ങിക്കും, അത്രയേ ഉള്ളൂ.